മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാത്തമഹം വന്ദേ പരമാനന്ദമാധവം. ഇന്ന് നാരായണീയം 27-ാം ദശകത്തിൽ 3ഉം 4ഉം ശ്ലോകങ്ങളുടെ അർത്ഥം പറയാം. അർത്ഥം പറയണത് കിഴക്കേപ്പാട്ട് വാര്യത്ത് ഭാരതി. 3ാമത്തെ ശ്ലോകം: ബ്രഹ്മാദ്യൈസ്തുതമഹിമാ ചിരം തദാനീം പ്രാദുഷൻ വരദ പുരഃപരേണ താംനാ ഹേ ദേവാ ദിതിജകുലൈർവിധായ സന്ധിം പീയൂഷം പരിമഥതേതി പര്യശാസ്തും. കഴിഞ്ഞ ശ്ലോകത്തിൽ ബ്രഹ്മാവ് ദേവന്മാരോടുകൂടി ചെന്ന് ഭഗവാന്റെ സമീപത്തെത്തി. ഭഗവാനെ നിർവാണപ്രഭവനായിട്ടുള്ള മുക്തിപ്രദായകനായിട്ടുള്ള എല്ലാ ദുഃഖങ്ങളിൽ നിന്നും മോചനം നൽകുന്നതായ ഭഗവാന്റെ സമീപത്തെത്തി എന്ന് പറഞ്ഞു. ഈ ഭഗവാനെ സ്തുതിക്കണതും അത് കഴിഞ്ഞ് ഭഗവാൻ പ്രത്യക്ഷപ്പെട്ട് അവർക്ക് വേണ്ടതായ നിർദ്ദേശം കൊടുക്കണതുമാണ് ഈ ശ്ലോകത്തിൽ പറയണത്. ബ്രഹ്മാദ്യൈഹി സ്തുതമഹിമാ ചിരം തദാനീം. തദാനീം അപ്പോൾ, ചിരം വളരെ നേരം, ബ്രഹ്മാദ്യൈഹി സ്തുതമഹിമ ബ്രഹ്മാദ്യന്മാരാൽ സ്തുതിക്കപ്പെട്ട മഹിമയോടുകൂടിയ. ബ്രഹ്മാദ്യൈഹി ബ്രഹ്മാവ് ആദ്യമായിട്ടുള്ളവർ, അതായത് ബ്രഹ്മാവ് തുടങ്ങിയതായ ശ്രേഷ്ഠൻ. മുമ്പൻ ഏതായാലും ബ്രഹ്മാവാണല്ലോ, എല്ലാവരുടെയും പിതാവാണ്. അപ്പം അതുകൊണ്ട് ബ്രഹ്മാദ്യൈഹി ബ്രഹ്മാവ് തുടങ്ങിയവരാൽ, ബ്രഹ്മപ്രമുഖരായ ദേവന്മാരാൽ, ചിരം വളരെ നേരം, സ്തുതമഹിമ സ്തുതിക്കപ്പെട്ട മഹിമയോടുകൂടിയ അങ്ങ്, സ്തുതമഹിമാ ചിരം തദാനീം അപ്പോൾ ബ്രഹ്മാദികൾ അവർ ചെന്ന് വളരെ നേരം ഭഗവാനെ സ്തുതിച്ചു. അങ്ങനെ സ്തുതിക്കപ്പെട്ടതായ ഭഗവാൻ വരദ, അല്ലയോ വരദ, വരങ്ങളെ നൽകുന്നതായിട്ടുള്ള വരപ്രദനായിട്ടുള്ള ഭഗവൻ എന്ന് ഭട്ടതിരിപ്പാടിൻ്റെ സംബോധന ചെയ്യാണ്, ഭഗവാനെ സംബോധന ചെയ്യാണ്. അങ്ങനെ അല്ലയോ വരദ, അങ്ങ് വരദനായ ഭഗവാനെ, വരങ്ങളെല്ലാം നൽകുന്നതായ ഭഗവാനെ, അങ്ങ് പ്രാദുഷൻ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട്, എവിടെ? പുരഹ ആ ദേവന്മാരുടെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട്. പുരഹ മുൻപിൽ, പുരഹ പരേണധാംന എങ്ങനെയാണ് പ്രത്യക്ഷപ്പെട്ടത്? പരേണ ധാംന അത്യധികമായ ധാമത്തോടുകൂടി, ധാമം തേജസ്, അത്യധികമായ പരേണ ശ്രേഷ്ഠമായ തേജസ്സോടുകൂടി, അത്യധികമായ തേജസ്സോടുകൂടി അവരുടെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ടു. പുരഹ പ്രാദുഷൻ, പുരഹ മുൻപിൽ, അവരുടെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട്, പ്രാദുഷൻ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് എന്താണ് ഉണ്ടായത്? പര്യശാഹ, പര്യശാഹ അവരെ നിർദ്ദേശിച്ചു, ആജ്ഞാപിച്ചു, അവരോട് പറഞ്ഞു. പര്യശാഹ ത്വം പര്യശാഹ അങ്ങ് അവരെ ആജ്ഞാപിച്ചു, അവരോട് ആജ്ഞാപിച്ചു. എന്താണ് ആജ്ഞാപിച്ചത്? ഹേ ദേവാഹ, അത് ഭഗവാന്റെ വാക്കാണ്. ഹേ ദേവാഹ, അല്ലയോ ദേവന്മാരെ. ദേവാഹ എന്നുള്ളത് വിസർഗമായിട്ടാണ് പദം മുറിയുമ്പോൾ. ദേവാഹ, അല്ലയോ ദേവന്മാരെ. ഹേ ദേവാഹ, അല്ലയോ ദേവന്മാരെ. ദിതിജകുലൈഹി സന്ധിം വിധായ, ദിതിജകുലൈർ വിധായ സന്ധിം, പദം മുറിക്കുമ്പോൾ ദിതിജകുലൈഹി വിധായ സന്ധിം. ദിതിജകുലൈഹി ദിതിജകുലത്തോടുകൂടി, അതായത് അസുരന്മാരുടെ, ദിതിജന്മാരെ, ദിതിയിൽ നിന്ന് ജനിച്ചവര് അസുരന്മാര്, അസുരന്മാരുടെ കുലത്തോടുകൂടി അവരുടെ സമൂഹമാവുമായിട്ട് സന്ധിയെ കൃത്വ ചെയ്തിട്ട്, ദിതിജകുലൈഹി വിധായ ചെയ്തിട്ട്, ദിതിജന്മാരോടുകൂടി, ദിതിജന്മാരുടെ സമൂഹത്തോടുകൂടി, അതായത് അസുരന്മാരോടുകൂടി സന്ധിയെ ചെയ്തിട്ട് അവരോട് കൂടി ശുദ്ധം ചെയ്യല്ല ഇപ്പം വേണ്ടത്, രണ്ടു കൂട്ടരും കൂടി വിചാരിച്ച് നടത്തേണ്ട ഒരു കാര്യമാണ്. ദിതിജകുലൈഹി സന്ധിം വിധായ, ദിതിജകുലന്മാരോടുകൂടി, അസുരന്മാരോടുകൂടി, അസുരകുലത്തോടുകൂടി സന്ധിം വിധായ സന്ധിയെ ചെയ്തിട്ട്, അവർ തമ്മിൽ ആലോചിച്ച് അവരായിട്ട് ലോക്യം കൂടണം. എന്നിട്ട് അങ്ങനെ ലോക്യം കൂടിയിട്ട് സന്ധിം വിധായ വേണ്ട വിധത്തിൽ അന്യോന്യം ഉറപ്പിച്ച് സന്ധി ചെയ്യണം. എന്നിട്ട് സന്ധിം വിധായ സന്ധിയെ ചെയ്തിട്ട് പീയൂഷം പരിമഥത, പീയൂഷത്തെ, പീയൂഷം അമൃതം, അമൃതത്തെ കടഞ്ഞെടുക്കുവിൻ. പരിമഥത പരിമഥിക്കുവിൻ, കടഞ്ഞെടുക്കുവിൻ. പരിമഥനം ചെയ്യുക എന്ന് പറഞ്ഞാൽ കടയുക. പാലാഴിയെ കടഞ്ഞ് കടയുവിൻ, പാലാഴിയെ കടഞ്ഞ് അമൃത കടഞ്ഞെടുക്കുവിൻ എന്ന്
പീയൂഷം പരിമഥത, പീയൂഷത്തെ കടഞ്ഞെടുക്കുവിൻ എന്ന്. പരിമഥത കടഞ്ഞെടുക്കുവിൻ, എവിടെയാണ് കടയേണ്ടതെന്നുള്ളതൊക്കെ പാലാഴി കടഞ്ഞിട്ടെന്നൊക്കെ ഭാഗവതത്തിൽ അതിനെ പറ്റിയിട്ടൊക്കെ വിസ്തരിച്ച് പറയുന്നുണ്ട്. അപ്പം അങ്ങനെ ആ പാലാഴി കടഞ്ഞിട്ട് അതിൽ നിന്ന്, പാലാഴിയിൽ നിന്ന് പീയൂഷത്തെ, അമൃതിനെ പുറത്തെടുക്കുവിൻ. ആ അമൃത് കഴിച്ച് നിങ്ങൾക്കൊക്കെ ശക്തന്മാരായിട്ട് തീരാം എന്ന് ദേവന്മാരോട് നിർദ്ദേശിച്ചു. അസുരന്മാരായിട്ട് സന്ധി ചെയ്ത് ഇരുകൂട്ടരും കൂടി പാലാഴിയിൽ നിന്ന് അമൃത് എടുത്ത് അത് ഭക്ഷിച്ചാൽ മരണമില്ലാത്തതായിട്ടുള്ള അവസ്ഥയെ പ്രാപിക്കാൻ സാധിക്കും. ഇപ്പൊ ബാധിച്ചിട്ടാണല്ലോ, ദുർവാസസിന്റെ ശാപം കൊണ്ട് ജരാമരകൾ ബാധിച്ചിരിക്കുകയാണ് ദേവന്മാരൊക്കെ. അപ്പൊ അതിൽ നിന്ന് രക്ഷ കിട്ടാനായിട്ട് ദേവന്മാർ മാത്രം വിചാരിച്ചാൽ ഈ അമൃത് കടന്നെടുക്കാൻ സാധിക്കില്ല. അപ്പൊ അതുകൊണ്ട് അസുരന്മാരെ കൂട്ടുപിടിച്ച് അവരുമായി യോജിച്ച് പാലാഴി കടഞ്ഞ് അമൃത് എടുക്കാനായിട്ട് അവരെ നിർദ്ദേശിച്ച് പറഞ്ഞയച്ചു. ഹേ ദേവാഹ, അല്ലയോ ദേവന്മാരെ, ദിതിജകുലൈഹി സന്ധിം വിധായ, ദിതിജന്മാരോടുകൂടി, ദിതിജന്മാരുടെ സമൂഹത്തോടുകൂടി, അസുരന്മാരുടെ സമൂഹത്തോടുകൂടി സന്ധി ചെയ്തിട്ട് അമൃത് പാലാഴി കടഞ്ഞ് പീയൂഷം പരിമഥത, പീയൂഷത്തെ, അമൃതിനെ കടഞ്ഞെടുക്കുവിൻ എന്ന് ത്വം പര്യശാഹ, അവരെ ശാസിച്ചു, അവരെ നിർദ്ദേശിച്ചു, അവരോട് നിർദ്ദേശിച്ചു എന്ന് ആ ശ്ലോകം. അടുത്ത ശ്ലോകം സന്ധാനം കൃതവതി ദാനവൈ സുരൗഹേ മന്ധാനം നയതി മദേന മന്ദരാദ്രിം ഭ്രഷ്ടേസ്മിൻ ബദരമിവോദ്വഹൻ ഖഗേന്ദ്രേ സദ്യസ്ത്വം വിനിഹിതവൻ പയപ്പയോധൗ. അത് കഴിഞ്ഞ് ഭഗവാന്റെ വാക്കനുസരിച്ച് ദേവന്മാരൊക്കെ സന്ധാനം കൃതവതി ദാനവൈഹി സുരൗഹേ, സുരൗഹം സുരന്മാരുടെ കൂട്ടം, സുരസമൂഹം, ദേവസമൂഹം, സുരൗഹേ ദേവസമൂഹം, ദാനവൈഹി സന്ധാനം കൃതവതി, ദാനവന്മാരോടുകൂടി സന്ധി തന്നെ, സന്ധാനം കൃതവതി, സന്ധിയെ ചെയ്തപ്പോൾ ദേവന്മാരോടുകൂടി അസുരന്മാരോടുകൂടി ദേവന്മാർ സന്ധി ചെയ്തു. അതായത് ദേവന്മാർ അങ്ങോട്ട് പോവുക ചെയ്തത്. അതാണ് ദേവന്മാർ അസുരന്മാരോടുകൂടി സന്ധി ചെയ്തു എന്ന് പറയുന്നത്. ദേവന്മാര് ഭഗവാന്റെ വാക്ക് കേട്ട് അസുരന്മാരുടെ സമീപത്ത് ചെന്ന്, അസുര രാജാവായിട്ടുള്ള മഹാബലിയുടെ സമീപത്ത് ചെന്ന് അവരായിട്ട് സംസാരിച്ച് അവരുമായിട്ട് സന്ധി ചെയ്തു എന്നാണ് പറയുന്നത്. സന്ധാനം കൃതവതി ദാനവൈഹി, ദാനവന്മാരോടുകൂടി സന്ധി ചെയ്തു ദേവന്മാര്. ധനുവിൻ്റെ പുത്രന്മാര് ദാനവന്മാര്. അപ്പൊ ഈ ദിതി, ധനു, അദിതി ഒക്കെ ദക്ഷന്റെ പുത്രിമാരാണ്. അവരൊക്കെ കാശ്യപ പ്രജാപതിയുടെ മക്കളുമാണ്. അപ്പൊ അങ്ങനെ ഉള്ളതായിട്ടുള്ള ആ ധനുവിന്റെ പുത്രന്മാരും അസുര സമൂഹത്തിൽപ്പെട്ടത് തന്നെയാണ്. അപ്പൊ അങ്ങനെ ദാനവൻ എന്നുള്ളതായിട്ടുള്ള പേര് അസുരന്മാർക്ക് വന്നത് അങ്ങനെയാണ്, ധനുവിന്റെ പുത്രന്മാരായതുകൊണ്ട് ദാനവന്മാര്. അപ്പൊ അങ്ങനെ ഈ ദാനവന്മാരെന്നും ദൈത്യന്മാരെന്നും ഒക്കെ പല ദിക്കിലും ഒരേ അർത്ഥത്തിൽ അസുരന്മാര് എന്നുള്ളതായിട്ടുള്ള അർത്ഥത്തിൽ പൊതുവെ അവരൊക്കെ ഒരു സമൂഹമായിട്ട് ധനുവിന്റെ പുത്രന്മാരെയും ദിതിയുടെ പുത്രന്മാരെയും ഒക്കെ ഒന്നിച്ചായിട്ട് കണക്കാക്കിയിട്ട് അസുരന്മാര് എന്നുള്ള പറയലുണ്ട്. അപ്പൊ അതാണ് ഇവിടെ ദാനവൈഹി എന്നുള്ളത് ദൈത്യന്മാരൊക്കെ അസുരന്മാർക്കുള്ള പേര് തന്നെയായിട്ട് പറയാറുണ്ട്. ദാനവൈഹി സുരൗഹേ സന്ധാനം കൃതവതി, സുരൗഹം ദേവസമൂഹം ദാനവ സമൂഹത്തോടുകൂടി സന്ധി ചെയ്തപ്പോൾ, സന്ധാനം കൃതവതി സന്ധിയെ ചെയ്തപ്പോൾ, മന്ധാനം നയതി മദേന മന്ദരാദ്രിം, സന്ധി ചെയ്തിട്ട് എന്തുണ്ടായി, അവിടെ മന്ദരപർവ്വതത്തിനെ സമുദ്രം പാലാഴി കടയണമെന്നുണ്ടെങ്കിൽ വലിയ കടകോല് വേണം. അപ്പം അതിനു വേണ്ടിയിട്ട് മന്ദരപർവ്വതത്തെ കടകോലാക്കിയിട്ട് വാസുകിയെ കയറാക്കിയിട്ട് കടയാനായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം അങ്ങനെ ആ മന്ദരഗിരിയെ കടകോലായിട്ട് കടയാനുള്ളതായിട്ടുള്ള ആ കടകോലായിട്ട് മന്ദരഗിരിയെ ആണ് ഭഗവാൻ നിർദ്ദേശിച്ചിരുന്നത്. അപ്പം അതുകൊണ്ട് ആ മന്ദരഗിരിയെ കൊണ്ടുവന്ന് പാലാഴിയിൽ നിക്ഷേപിക്കണം. എന്നിട്ട് കടകോലിട്ടാലല്ലേ കടയാൻ പറ്റുള്ളൂ. അപ്പോൾ ആ സമുദ്രത്തിൽ ഇടാനായിട്ട് ആ മന്ദരഗിരിയെ മന്ധാനം നയതി, അതിനെ നയിക്കുന്നതായ അവസരത്തിൽ മന്ദരഗിരിയെ മന്ധാനമായിട്ട് കടകോലായിട്ട് മന്ദരഗിരിയെ കൊണ്ടുവരുന്നതായ അവസരത്തിൽ മന്ധാനം നയതി മദേന, വളരെ മതത്തോടു കൂടിയിട്ടാണ് എല്ലാവരും കൂടി, ദേവന്മാരും അസുരന്മാരും കൂടി ഞങ്ങൾക്ക് ഇതിന് ശക്തിയുണ്ട് എന്നുള്ള നിലയിലാണ് രണ്ടു കൂട്ടരും കൂടിയിട്ട് ഒന്നിച്ച സന്ധി ചെയ്തിട്ടുണ്ടല്ലോ. അപ്പം എല്ലാവരും ചേർന്ന്
ഈ മന്ദരപർവ്വതത്തെ അവിടുന്ന് പിടിച്ച് ഇളക്കി അത് കടകോലായിട്ട് സമുദ്രത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് ഒരുങ്ങിയതായ അവസരത്തിൽ കൊണ്ടുവരുന്നതായ അവസരത്തിൽ മന്ഥാനം നയതി, മന്ഥാനമായിട്ട് കടകോലായിട്ട് മദേന മദത്തോടുകൂടി മന്ദരാദ്രിം നയതി, മന്ദരാദ്രിയെ മന്ദരപർവ്വതത്തെ കൊണ്ടുവരുന്നതായ അവസരത്തിൽ, നയിക്കുന്നതായ അവസരത്തിൽ ഭ്രഷ്ടേസ്മിൻ, അസ്മിൻ ഭ്രഷ്ടേ, ഭ്രഷ്ടേ അസ്മിൻ എന്ന് പദം മുറിക്കുക. അസ്മിൻ ഭ്രഷ്ടേ, ഇത് ഭ്രംശിച്ചപ്പോൾ, ഭ്രംശിക്കുക എന്ന് വെച്ചാൽ കയ്യിൽ നിന്ന് ഭ്രംശിക്കുക, വീഴ, അതിനാണ് ഭ്രംശം എന്ന് പറയുന്നത്. കയ്യിൽ നിന്ന് വീണപ്പോൾ ഭ്രഷ്ടേ അസ്മിൻ, അവരുടെ കയ്യിൽ നിന്ന്, ദൈത്യന്മാരുടെയും ദാനവന്മാരുടെയും കയ്യിൽ നിന്ന് അവരെ ഏറ്റിയിരുന്നതായിട്ടുള്ള ഈ മന്ദരപർവ്വതം താഴെ വീണു. ഭ്രഷ്ടേ അസ്മിൻ, ഈ മന്ദരപർവ്വതം ഭ്രംശിച്ചപ്പോൾ, താഴെ വീണപ്പോൾ മദരമിവ ഉദ്വഹൻ ഖഗേന്ദ്രേ, ബദരം. അപ്പൊ എന്താണ് വേണ്ടതെന്ന് നിശ്ചല്യാതെ കണ്ടായി, അതങ്ങോട്ട് കയ്യിൽ നിന്ന് എല്ലാവരും കൂടി പിടിച്ചുകൊണ്ട് ഏറ്റിക്കൊണ്ട് വരുമ്പോൾ അത് അവരുടെ കയ്യിൽ നിന്ന് താഴെ വീണു. അപ്പൊ ഇനി അവിടുന്ന് അത് ആദ്യം പൊക്കുക എന്നുള്ളത് അവർക്ക് ശക്തിയില്ല എന്നുള്ളത് മനസ്സിലായി. അപ്പൊ എന്താണ് വേണ്ടത് ഇനി എന്ത് തീർച്ചയാക്കിയിട്ട്, അപ്പോൾ ഭഗവാൻ തന്നെ അതങ്ങോട്ട് എടുത്ത് പൊക്കി എന്നാണ് പറയണത്. മന്ദരപർവ്വതം താഴെ വീണതായിട്ടുള്ള മന്ദരപർവ്വതത്തെ ഭഗവാൻ ഒറ്റയ്ക്ക് അതെടുത്ത് പൊക്കി. എങ്ങനെ? ബദരമിവ, ഒരു ലന്തപ്പഴം പോലെ, വളരെ നിസ്സാരമായിട്ടുള്ള ഒരു ലന്തപ്പഴം പോലെ ഒരു കയ്യിലെടുക്കണത് മാതിരി അത്ര നിസ്സാരമായിട്ടാണ്, ലാഘവത്തോടു കൂടിയിട്ടാണ് ഭഗവാൻ അത് പൊക്കിയത്. ബദരമിവ ഉദ്വഹൻ, അതങ്ങോട്ട് കയ്യിലെടുത്തിട്ട് ഖഗേന്ദ്രേ, ഖഗേന്ദ്രനിന്റെ പുറത്ത് വെച്ചു, ആ തൻ്റെ ഗരുഡന്റെ പുറത്ത് വെച്ചു. ഇങ്ങോട്ട് തൻ്റെ കൈകൊണ്ട് ആ മന്ദരപർവ്വതത്തെ പൊക്കിയിട്ട് ഗരുഡന്റെ പുറത്ത് വെച്ചു. ഖഗേന്ദ്രേ, ഖഗേന്ദ്രനിൽ, ഖഗം പക്ഷികളുടെ രാജാവ് ഗരുഡൻ, ഗരുഡന്റെ പുറത്ത് വച്ചിട്ട് ഭ്രഷ്ടേ അസ്മിൻ, അത് താഴെ വീണപ്പോൾ ബദരമിവ ഉദ്വഹൻ ഖഗേന്ദ്രേ, ബദരമിവ ഒരു ലന്തപ്പഴം പോലെ ഉദ്വഹൻ വഹിച്ചുകൊണ്ട് ഖഗേന്ദ്രയെ സദ്യസ്ത്വം വിനിഹിതവാൻ, അത് കഴിഞ്ഞ് ആ ഖഗേന്ദ്രനിൽ ഇത് വച്ചിട്ട് സദ്യ പെട്ടെന്ന് ഉടൻ തന്നെ ത്വം അങ്ങ് വിനിഹിതവാൻ, അതിനെ വിനിഹിതവാൻ വെച്ചു. എവിടെ? പയപ്പയോധോ, പാലാഴിയിൽ. പയോധി പയഹ എന്നുള്ളതിന് പാല് എന്നും വെള്ളം എന്നും രണ്ടർത്ഥമുണ്ട്. അപ്പൊ ആ പയോധി എന്നുള്ള പദത്തിന് കടല, ആഴി എന്നുള്ള അർത്ഥം. പയോധി പയസ് ഇതായിട്ടുള്ളത്. അപ്പൊ പയോധി എന്നുള്ള ശബ്ദത്തിന് കടല എന്ന അർത്ഥം, പയപ്പയോധി എന്നുള്ളതിന് പാൽക്കടല് എന്നർത്ഥം. ആ രണ്ട് പയഹ എന്നുള്ള പദം, ഒന്ന് വെള്ളം, ഒന്ന് പാല് എന്നുള്ള. പയപ്പയോധി എന്നുള്ളതിന് അപ്പോൾ പാൽക്കടൽ എന്നർത്ഥം. പാലാഴിയിൽ വിനിഹിതവാൻ വെച്ചു, അതിനെ എടുത്ത് ഭ്രഷ്ടേ അസ്മിൻ, ഇത് ഭ്രംശിച്ചപ്പോൾ, താഴെ വീണപ്പോൾ, ആ മന്ദരപർവ്വതം ദേവാസുരന്മാരുടെ കയ്യിൽ നിന്ന് താഴെ വീണപ്പോൾ ബദരമിവ ഒരു ലന്തപ്പഴം പോലെ ഖഗേന്ദ്രേ ഉദ്വഹൻ, ഖഗേന്ദ്രനിൽ വെച്ചിട്ട്, ഖഗേന്ദ്രന്റെ പുറത്തെടുത്ത് വെച്ചത് ഭഗവാൻ തന്നെ. അങ്ങനെ ഖഗേന്ദ്രന്റെ പുറത്ത് വെച്ചുകൊണ്ട്, ഖഗേന്ദ്രേ ഉദ്വഹൻ, ഖഗേന്ദ്രന്റെ പുറത്ത് വഹിച്ചുകൊണ്ട് സദ്യഹാത്വം ഉടൻ തന്നെ അങ്ങ് പയപ്പയോധൗ വിനിഹിതവാൻ, പാലാഴിയിൽ വെച്ചു, പാലാഴിയിൽ ഈ മന്ദരപർവ്വതത്തെ വെച്ചു എന്ന് നാലാമത്തെ ശ്ലോകത്തിന് അർത്ഥം. സന്ധാനം കൃതവതി ദാനവൈ സുരവഹി, ദാനവന്മാരോടുകൂടി ദേവസമൂഹം സന്ധാനം ചെയ്തപ്പോൾ മന്ധാനം നയതി മദേന, മന്ദരാദ്യം മദേന, മദത്തോടുകൂടി മന്ദരാദ്യം മന്ദരപർവ്വതത്തെ മന്ധാനം നയതി, മന്ധാനമായിട്ട് കടകോലായിട്ട് നയിക്കുന്നതായ അവസരത്തിൽ ഭ്രഷ്ടേ അസ്മിൻ, ഇത് ഭ്രംശിച്ചപ്പോൾ, ഇത് താഴെ വീണുപോയപ്പോൾ ബദരമിവ ഒരു ലന്തപ്പഴം പോലെ ഖഗേന്ദ്രേ ഉദ്വഹൻ, ഖഗേന്ദ്രനിൽ, ഗരുഡനിൽ, പക്ഷികളുടെ ശ്രേഷ്ഠനായിട്ടുള്ള ആ ഗരുഡന്റെ പുറത്ത് ഉദ്വഹൻ വെച്ച് വഹിച്ചുകൊണ്ട് സദ്യ ഉടൻ തന്നെ അങ്ങ് ത്വം വിനിഹിതവാൻ, അതിനെ വെച്ചു, നിക്ഷേപിച്ചു. എവിടെ? പയപ്പയോധോ, പാലാഴിയിൽ നിക്ഷേപിച്ചു. പാലാഴിയെ കടയുന്നതിന് വേണ്ടി അത് പാലാഴിയിൽ ഈ കടകോലായിട്ട് മന്ദരപർവ്വതത്തെ നിക്ഷേപിച്ചു എന്ന് ആ ശ്ലോകത്തിൻ്റെ അർത്ഥം. പിന്നെ അവിടെ ഈ ഭ്രഷ്ടയസ്മിൻ എന്നുള്ളത് വനമാലയിലെ വേറൊരു വ്യാഖ്യാനം പറയുന്നുണ്ട്. അതായത് ഈ ഞാൻ പറഞ്ഞ മന്ദരപർവ്വതം വീണപ്പോൾ എന്നുള്ളതല്ല, അത് ഭ്രഷ്ടയസ്മിൻ എന്നുള്ളത് സുരൗഖേ ഭ്രഷ്ടേ എന്നുള്ള, അസ്മിൻ എന്നുള്ളത് സുരൗഖേ എന്നുള്ളതിൻ്റെ വിശേഷണമായിട്ട് എടുക്കണം.
അപ്പോൾ സുരൗഖേ ഭ്രഷ്ടേ എന്നെടുക്കുകയാണ് നല്ലത് എന്ന് അതിലൊരു വ്യാഖ്യാനം കണ്ടു. പക്ഷേ അത് വേറെ വ്യാഖ്യാനങ്ങൾ കൂടി നോക്കിയപ്പോൾ അതല്ലാധികം ഭംഗി മന്ദരപർവ്വതം വീണപ്പോൾ തന്നെയാണ്. എന്താണെന്ന് വെച്ചാൽ വീണത് പോയത് അല്ലെങ്കിൽ ദേവന്മാർ മാത്രമല്ല, ദേവന്മാരും അസുരന്മാരും ഒക്കെ വീണു എന്നുള്ളതാണ്. ഈ മന്ദരപർവ്വതം താഴെ വീണപ്പോൾ ദേവന്മാർ മാത്രമല്ല, ദേവന്മാരും അസുരന്മാരും ഒക്കെ വീണു എന്നുള്ളത് കൊണ്ട് അത് ദേവന്മാരുടെ മാത്രം വിശേഷണമായിട്ട് എടുക്കണതിലല്ലേ അതിനേക്കാൾ ഭംഗി മറ്റതാണ് എന്ന് തോന്നിയത്. വനമാലയിൽ വേറൊരു തരത്തിൽ അങ്ങനെയല്ല, ഭ്രഷ്ടേസ്മിന്നും സുരൗഖേ എന്നുള്ളതിലേക്ക് എടുക്കണം എന്നാണ് കാണുന്നത്. പക്ഷെ അങ്ങനെ കേൾക്കുമ്പോൾ ഒരു ആകപ്പാട കുഴിയുള്ള തോന്നൽ മന്ദരപർവ്വതം വീണപ്പോൾ എന്നുള്ള അർത്ഥം എടുക്കുക തന്നെയാണെന്ന് തോന്നുന്നുണ്ട്. ശരി, രണ്ട് ശ്ലോകം ഒന്നും കൂടി ചെല്ലാം. ബ്രഹ്മാദ്യൈ സ്തുതമഹിമാചിരം തദാനീം പ്രാദുഷ്യൻ വരദ പുരപരേണ ധാമ്നാ ഹേ ദേവാ ദിതിജകുലൈർവിധായ സന്ധിം പീയൂഷം പരിമഥതേതി സ്പര്യശാസ്ത്വം. കൃഷ്ണാർപ്പണം. മലയാള പരിഭാഷ. മാഹാത്മ്യം തവ വളരെ സ്തുതിച്ചജാതീദേവന്മാരതിരഥ തുഷ്ടനായി ചമഞ്ഞു ചൊല്ലിയങ് അസുരരുമായി സന്ധി ചെയ്വിൻ പീയൂഷം മഥനമതാലെടുക്ക നിങ്ങൾ. സന്ധാനം കൃതവതി ദാനവൈ സുരൗഖേ മന്ധാനം നയതി മദേന മന്ദരാദ്രിം ഭ്രഷ്ടേസ്മിൻ ബദരമിബുദ്ധുഹൻ ഖഗേന്ദ്രേ സദ്യസ്ത്വം വിനിഹിതവൻ പയോധൗ. കൃഷ്ണാർപ്പണം. മലയാള പരിഭാഷ. സഖ്യം ചെയ്തസുരസുരാതി മന്ദരത്തെ ഡംഭോടെ കടവടിയാക്കി പൊക്കിടുമ്പോൾ വീണോരാ ഗിരിവരനെ സുവർണനാലേലന്തമ്പോൾ കടലിലിറക്കിയങ്ങു വേഗം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.